this is Hindu style and this is Buddhist style. നമ്മുടെ കൈവിരൽ രണ്ടും അകത്തേക്ക് മടക്കി വെച്ചിട്ട് വേണം അത് ഒരു താമരമുട്ടിരിക്കുന്നത് പോലെ വേണം ചെയ്യാൻ വേണ്ടി. എന്തുകൊണ്ടെന്നാൽ it's very easy to know that happiness do not come from outer. Happiness is a state of mind. സന്തോഷം പുറത്തുള്ളത് ആയിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. പക്ഷെ യഥാർത്ഥ സന്തോഷം നമ്മുടെ മനസ്സിനുള്ളിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് നമ്മൾക്ക് സംതൃപ്തി or maybe Buddha Shakyamuni or this thing, then it and the old സാഹിബ് ഡോക്ടർ B.R. അംബേദ്കറിനെ അല്ലെങ്കിൽ ബുദ്ധനെ നമ്മൾ നമസ്കരിക്കുന്നത്. ആ നമസ്കാരത്തിന്റെ പിന്നിൽ നമുക്കറിയാം, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ആ ബഹുമാനത്തിന്റെ അർത്ഥം തന്നെ So today the topic which was given to me, the purpose of Buddhism, and it's very important to know why we are following Buddhism. Also it's important to know what is Buddhism. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം ബുദ്ധമതത്തിന്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ എന്താണ് എന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഞാൻ ഇതിനെ കാണുന്നു. As we see in this world, even in India, we get to see lots and lots of different type of religion and faith. So when we know this Buddhism and why we should follow Buddhism, then we will be able to know how many things that we do as a practice in Buddhism make sense. We will know the reason ഇന്ന് ലോകത്തെ many things that we do in our daily life as a practice will make sense. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ വ്യത്യസ്തങ്ങളായ പല വിധത്തിലുള്ള മതവിശ്വാസങ്ങളുണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ മതവിശ്വാസങ്ങൾക്കെല്ലാം തന്നെ നിലവിൽ വ്യത്യസ്തമായിട്ടുള്ള ആചാര രീതികളുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ആചാര രീതികളുമായി ബന്ധപ്പെട്ട് നമുക്ക് ബുദ്ധമതത്തെ എങ്ങനെ നിരീക്ഷിക്കണം എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം. I see, one of the very good thing that I notice here is that it's not only the adults over here, but I also see some smaller kids, and this is very important. I was telling with our friend that it's very, very important to even include the younger ones, the kids, in the Dharma talk, because when they are know what Dharma is. ഇന്ന് നമ്മുടെ ഈ പരിപാടിക്കകത്ത് എനിക്ക് കാണാൻ കഴിയുന്നുണ്ട്, നമ്മുടെ പരിപാടിയിൽ ഒത്തിരി കുട്ടികൾ ഇരിക്കുന്നുണ്ട്. ഞാൻ അതിൽ വളരെ സന്തോഷവാനാണ്. കാരണം നമ്മൾ ഈ ടോക്ക് അറേഞ്ച് ചെയ്തപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരുന്നു, കുട്ടികളെ വിളിക്കണം, കുട്ടികളെയാണ് പങ്കെടുപ്പിക്കേണ്ടത്. കാരണം ഒരു പുതിയ ജനറേഷനെ വാർത്തെടുക്കാൻ കുട്ടികളെ നമുക്ക് ആവശ്യമുണ്ട്. അതുകൊണ്ട് ഈ ഇവിടെ കണ്ട കുട്ടികളെ കണ്ടത് എനിക്ക് വളരെയധികം സന്തോഷവും ആത്മനിർവൃതിയും തോന്നുന്നു. ഓക്കെ, So the reason why Baba Sahib Ambedkar ji accepted Buddhism, there are many, many reasons. Even if we see Baba Sahib as a very, very great scholar, who really has a wonderful analytical power, I would say that the reason why he accepts Buddhism is non-violence. It gives the message on love and compassion. Above all, it gives the privilege of equality based on gender, equality based on everything, and based on our own karma. Based on our own karma, we receive the results based on our own karma. So these are the qualities that Baba Sahib Ambedkar ji saw and accepted Buddhism, although some other religion give him proposal of accepting some other religion, and Baba Sahib Ambedkar ji used saw all this quality in Buddhism, which is why Baba Sahib Ambedkar ji accepted for the beneficial for all of us. So it's very important for us to understand those qualities and those reasons. Okay.
ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ബുദ്ധമതം സ്വീകരിച്ചതിൻ്റെ പിന്നിലെ ഒരു കാരണം നമുക്ക് വ്യക്തമായിട്ട് അറിയാം. എന്തുകൊണ്ടെന്നാൽ അത് സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം, മൈത്രി, നീതി എന്ന് പറയുന്ന വിശാലമായ മാനവികതയെ ഉൾക്കൊള്ളുന്നൊരു മതമായതുകൊണ്ടാണ് ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർ ഈ ഒരു മതത്തെ സ്വീകരിച്ചത്. ആ സമയത്ത് തന്നെ നിരവധി മത ആചാര്യന്മാർ അദ്ദേഹത്തെ സമീപിക്കുകയും അവരുടെ മതങ്ങളിലേക്ക് ക്ഷണം നൽകുകയും ചെയ്തിരുന്നു. എങ്കിൽ പോലും ബാബാ സാഹേബിന് കൃത്യമായി അറിയാമായിരുന്നു ഈ മതം മുന്നോട്ട് വയ്ക്കുന്ന ആശയം അത് ഇക്വാലിറ്റിയെ, സമത്വത്തെ മുൻനിർത്തിയുള്ളതായിരുന്നു. സമത്വം എന്ന് പറയുമ്പോൾ കേവലം ഒരു സമത്വം മാത്രമല്ല, അത് സ്ത്രീ സമത്വം ഉണ്ടായിരുന്നു, പുരുഷ സമത്വം ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ എല്ലാ മനുഷ്യർക്കും സമത്വം ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള സമത്വത്തിൽ അധിഷ്ഠിതമായ ഈ മതത്തെ അദ്ദേഹം സ്വീകരിച്ചത് നമുക്ക് വളരെയധികം അഭിമാനം ഉണ്ടാക്കുന്ന കാര്യമാണ്. ബൗദ്ധരെന്ന നിലയിൽ നമ്മൾ അതിലെ വളരെയധികം അതിനെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടിയിരിക്കുന്നു. ഓക്കെ ബന്ദേജി. So the difference of Buddhism and other religions, that Buddhism believe in karma. So we all need happiness. Nobody desires suffering. We all want happy life. We all want happy and peaceful life. So if we look carefully, the happiness comes from positive action. If you do good karma, then that gives us happiness. And then many other religions believe that if you pray to some Bhagwan, they give you happiness. But Buddha said no. There is no Bhagwan there waiting to give you happiness and suffering. Buddha mentioned that all the suffering and happiness come from our own karma, our own action. So that action comes from our own mind. So Buddha talk about to change that mind, to make yourself a good person by changing the mind. That is Buddhism. നമുക്കറിയാം, ബുദ്ധമതത്തിന്റെ തത്വശാസ്ത്രങ്ങളിൽ ഒന്ന് എന്ന് പറയുന്നത് അത് കർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. അതായത് പ്രവൃത്തി. നമ്മളെല്ലാവരും ഭൂമിയിൽ ജീവിക്കുന്നത് സന്തോഷത്തിന് വേണ്ടിയാണ്, സമാധാനത്തിന് വേണ്ടിയാണ്. നമ്മളെല്ലാവരും അത് കാംക്ഷിക്കുന്നവരുമാണ്. അങ്ങനെ കാംക്ഷിക്കുന്നവരായ നമ്മൾ ഒരു കർമ്മത്തിൽ നല്ല പ്രവൃത്തി അധിഷ്ഠിതമായ ഒരു ജീവിതം മുന്നോട്ട് വെച്ചെങ്കിൽ മാത്രമേ നമുക്ക് സംതൃപ്തപരമായിട്ടുള്ള ഒരു ആശ്വാസം അല്ലെങ്കിൽ സമാധാനം നമുക്ക് ലഭിക്കുകയുള്ളൂ. കാരണം കർമ്മത്തിന്റെ ഫലം നമ്മളിൽ ലഭിക്കും എന്നുള്ളതാണ്. ആ കർമ്മം നെഗറ്റീവ് ആകാം, നല്ല കർമ്മമാകാം, മോശം കർമ്മമാകാം, എങ്കിലും അതിന്റെ ഫലം നമുക്കുണ്ടാകും. അതുകൊണ്ട് നല്ല കർമ്മങ്ങൾ ചെയ്യേണ്ടതുണ്ട്. പ്രത്യേകിച്ചും മറ്റു മതങ്ങൾ, ബുദ്ധമതത്തിനെ മാറ്റിവെച്ചുകൊണ്ട് മറ്റു മതങ്ങളെ നമ്മൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ ആ മതങ്ങളെല്ലാം ഒരു പ്രാർത്ഥനയിലൂടെ ആശ്വാസം അല്ലെങ്കിൽ സമാധാനം അല്ലെങ്കിൽ മോക്ഷം ആഗ്രഹിക്കുന്ന മതങ്ങളാണ്. ബുദ്ധമതം അതിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് കർമ്മത്തിൽ, നമ്മുടെ പ്രവൃത്തിയിൽ, സൽപ്രവൃത്തിയിൽ ഊന്നി നിൽക്കുന്ന ഒരു മത സംഹിതയാണെന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. So we don't want problem and suffering and pain. That come from our wrong action. That wrong action come from our wrong mind. So in Buddhism, whatever you practice pratna, you practice prostration, you practice whatever you practice, it is to remove that wrong mind. Wrong mind like angry, ego, greed. So these wrong mind are to remove, because these wrong mind are the one which give us problem, suffering and pain. അങ്ങനെ നമ്മുടെ മനസ്സിലുള്ള നമ്മുടെ മാനസികമായ തെറ്റായ ചിന്തകളെയും ധാരണകളെയും നമ്മൾ പൂർവ്വം നമ്മൾ ഇല്ലാതാക്കുമ്പോഴാണ് നമുക്ക് നല്ലൊരു മാനസിക അവസ്ഥ ഡെവലപ്പ് എടുക്കാൻ കഴിയുള്ളൂ. ഓക്കെ ബന്ദേജി, കണ്ടിന്യൂ. So if all the problem, suffering come from our own wrong mind, then Buddha gave all the teaching to how to help ourselves to remove those negative mind from us.
So that is the Buddha's dharma. So that teaching is Buddha's teaching. നമ്മുടെ So മനസ്സിൽ Buddha's teaching is all about all the Buddha mind. Yes. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന തെറ്റായ വാസനകളെ, അതാണ് നമുക്ക് ആത്യന്തികമായി നമുക്ക് ദുഃഖത്തിന് കാരണമാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. നമുക്ക് നോക്കുമ്പോൾ വളരെ ചെറുതായിട്ട് തോന്നാം, അത് വലിയ ഒരു ചെറിയ കാര്യമാണല്ലോ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന വിഷമങ്ങൾ അല്ല ഇങ്ങനെയുള്ള നെഗറ്റീവ് വാസനകൾ എന്ന് തോന്നാം. പക്ഷേ ബുദ്ധമതം മുന്നോട്ട് വെക്കുന്ന ഏറ്റവും വലിയ കാര്യവും ഇത് തന്നെയാണ്. അതിനെ ആ നെഗറ്റീവ് വാസനകളെ അല്ലെങ്കിൽ ചിന്തകളെ ദുരാകരിക്കുന്ന ഒരു ആശയമാണ് ബുദ്ധൻ മുന്നോട്ട് വെച്ചത്. അത് തന്നെയാണ് ബുദ്ധിസം എന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ഓക്കെ ബന്ധുജി. So if we understand the Buddha's teaching, if we follow the Buddha's teaching, follow by understanding and practicing, we should have a peace of mind, we should have happy life, harmony in the family, and with this continued practice we can achieve we can prap the moksha, the nirvana. ബുദ്ധമതം മുന്നോട്ട് വെക്കുന്ന ഒരു മതം എന്ന നിലയിൽ ബുദ്ധമതം മുന്നോട്ട് വെക്കുന്ന ഈ ആശയങ്ങളെ നമ്മൾ പഠിക്കുകയും മനസ്സിലാക്കുകയും അത് പരിശീലിക്കുകയും ചെയ്യുമ്പോഴാണ് നമുക്ക് ഒരു ബുദ്ധമത ഫോളോവറായിട്ട് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അതുമൂലം നമുക്ക് ബുദ്ധമതം മുന്നോട്ട് വെക്കുന്ന മോക്ഷം അല്ലെങ്കിൽ എൻലൈറ്റൻമെന്റ് അല്ലെങ്കിൽ നമുക്ക് ജ്ഞാനം എന്ന് പറയുന്ന ജ്ഞാനോദയം എന്ന് പറയുന്ന അവസ്ഥ വരെ നമുക്ക് പ്രാപ്തമാക്കാനായിട്ട് സാധിക്കും. ഓക്കെ. In our life we get angry many times. In our life we have this ego lot of time. In our life we have the greed many times. So if you practice Buddhism, Buddha's teaching is to help us to know how to reduce the anger, ego, greed. So these kind of things are something to be removed by the help of Buddha's teaching. And if you remove that, then we will have more happy life, more nice family, harmony in the family. So these are the purpose of the Buddhism in a very gross way, I would say. നമ്മുടെ നിത്യജീവിതത്തിൽ നമുക്കറിയാം, നിത്യജീവിതത്തിൽ നമ്മൾ നിരന്തരം ഇടപെടുമ്പോൾ പല വിധത്തിലുള്ള വിചാരങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഉണ്ടാകാറുണ്ട്. പ്രത്യേകിച്ചും വളരെ ദേഷ്യം ഉണ്ടാകാറുണ്ട്, നമുക്ക് ഗ്രീഡ് ആർത്തി ഉണ്ടാകാറുണ്ട്, അതുപോലെ നമുക്ക് അസൂയ തോന്നാറുണ്ട്, അല്ലെങ്കിൽ അഹങ്കാരം, ഞാനെന്ന ഭാവം എന്ന് തോന്നാറുണ്ട്. ഇതൊക്കെ നമ്മുടെ മനസ്സിലും നമ്മുടെ വ്യക്തി ജീവിതത്തിലും പലപ്പോഴും നമുക്ക് സംഭവിക്കുന്നതാണ്. ഇത് എത്രമാത്രം നമ്മുടെ മനസ്സിനെയും നമ്മുടെ പരിസരങ്ങളെയും നമ്മുടെ കുടുംബജീവിതത്തെയും നമ്മുടെ സൗഹൃദ വലയങ്ങളെയും എത്രമാത്രം ഇത് ദുഷിപ്പിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം. ബുദ്ധമതത്തെ ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി, അതിൽ പരിശീലനത്തിൽ ഏർപ്പെടുന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ സമൂഹം വളരെ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങളെ ഒക്കെ തന്നെ മനസ്സിലാക്കുകയും അതിനെ പരിഹരിക്കാൻ നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം. ബുദ്ധമതം ഇത്തരത്തിലുള്ള പരിഹാര മാർഗങ്ങളാണ് മുന്നോട്ട് വെക്കുന്നത്. ഇങ്ങനെയുള്ള ഒരു പരിഹാര മാർഗത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് സമൂഹത്തിൽ ഒരു സന്തുലിതാവസ്ഥ ഉണ്ടാകുന്നു, സമൂഹത്തിൽ ഒരു ശാന്തി ഉണ്ടാകുന്നു, വ്യക്തി എന്ന നിലയിലും നമുക്ക് സമാധാനം ഉണ്ടാകുന്നു. ഓക്കെ ബിന്ദുജി. Okay. So for example, in Buddhism, whatever practice, whatever you do is to reduce our negative mind. Directly or indirectly, the purpose of every practice is to reduce our own negative emotion. For example, if you do like this, why you do this? When you go to the Buddha, you do this. When you see the statue of Baba Sahib Ji, you do this. So we need to ask question, why we do this? It's very important to know the meaning of this as well. നമ്മൾ എന്തുകൊണ്ടാണ് ബാബാ സാഹേബ് ഡോക്ടർ BR അംബേദ്കറിനെ അല്ലെങ്കിൽ ബുദ്ധനെ നമ്മൾ നമസ്കരിക്കുന്നത്? ആ നമസ്കാരത്തിന്റെ പിന്നിൽ നമുക്കറിയാം, അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുന്നു. ആ ബഹുമാനത്തിന്റെ അർത്ഥം തന്നെ മുന്നോട്ട് വെക്കുന്നത് അതിലൂടെ നമ്മൾ നമ്മുടെ ഉള്ളിലെ നെഗറ്റീവ് വാസനകളെ, നമ്മുടെ ദുർവാസനകളെ നമ്മൾ കളയുക എന്നുള്ളതാണ്. ദുർവാസനകളെ മനസ്സിലാക്കുകയും അതിനെ പിഴുതു കളയുകയും എന്നുള്ളതാണ്. അങ്ങനെ പിഴുതു കളയുന്നതിലൂടെയാണ്
നമുക്ക് ഒരു വ്യക്തി പരിവർത്തനം ഉണ്ടാക്കാനായിട്ട് സാധിക്കുക? Okay, so in Hindu, they do this, they do the prostration or namaskaram like very flat like this. In Hinduism, flat, but in Buddhism we do like this. In Buddhism, put this thumb under, and we do like this. This is the Buddhism way. So this is the Buddhism. If you do like this, is Hindu style. This is Hindu style, and this is Buddhist style. Okay. Go to, when we see the Buddha, this is like a lotus flower. This we make like this because this is a sign. This is the symbolic of, this is a this represent lotus flower, and we do this because we offer this to Buddha. This is an offering to Buddha. Why we offer? We make this offering because we want to reduce our misery, stinginess, selfish mind. Normal people, they have very selfish. I don't want to give other. I want more. So this is to reduce that selfish mind. So that's why when we see Buddha, we do this, and this is the offering, object of offering. Okay. Yeah. Okay. So like, put your thumbs inside like this. Very good. നമുക്ക് രണ്ട് വിധത്തിലുള്ള നമസ്കാര രീതികളാണ് നമുക്ക് പൊതുവെ കാണുന്നത്. ഒന്ന് ഹിന്ദു മതവുമായി ബന്ധപ്പെട്ട നമസ്കാര രീതി, രണ്ട് ബുദ്ധമതവുമായി ബന്ധപ്പെട്ട നമസ്കാര രീതി. ഹിന്ദു മതത്തിലെ നമസ്കാര രീതി അത് കൈ പരത്തി വെച്ച് നമ്മുടെ തള്ളവിരൽ മുമ്പോട്ട് വെച്ചുകൊണ്ടാണ് സാധാരണ ചെയ്യുന്നത്. പക്ഷേ ബുദ്ധമതത്തിന്റെ നമസ്കാര രീതി അല്ലെങ്കിൽ നമ്മൾ ബഹുമാനിക്കുന്ന രീതി വളരെ വ്യത്യാസമുണ്ട്. അത് നമ്മുടെ കൈവിരൽ രണ്ടും അകത്തേക്ക് മടക്കി വെച്ചിട്ട് വേണം, അത് ഒരു താമരമുട്ടിരിക്കുന്നത് പോലെ വേണം ചെയ്യാൻ വേണ്ടി. എന്തുകൊണ്ടെന്നാൽ നമ്മുടെ നമസ്കാര രീതി എന്നുള്ളത് നമ്മളൊരു താമരയുടെ പ്രതീകാത്മകമായ രീതിയിലാണ് നമ്മൾ കൈയിനെ വെക്കേണ്ടത്. ആ പ്രതീകം അല്ലെങ്കിൽ ആ സിമ്പൽ, ആ മുദ്ര നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ഉള്ളിലെ ജ്ഞാനന്ദ ഭാവത്തെ കുറയ്ക്കാനും, ആർത്തിനെ, എനിക്കെല്ലാം വേണം, എല്ലാം എനിക്ക് വേണം, എല്ലാം എനിക്ക് കിട്ടണം എന്ന് പറയുന്ന ആർത്തിനെ കുറയ്ക്കാൻ വേണ്ടിയും, അങ്ങനെ നമ്മൾ തന്നെ ഒരു താഴേക്ക് വരികയും നമ്മൾ ഇല്ലാതായിത്തീരുന്ന അവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ആ താമര മുദ്ര കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ നമസ്കാരം പറയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ കൈ തള്ളവിരൽ അകത്തേക്ക് മടക്കി വെച്ച് വേണം നമ്മൾ നമസ്കാരം ചെയ്യുവാനായി. ഓക്കെ ബന്ദേജി. And also, when we say Namo Buddhaya, the meaning of Namo, yeah, it is a respect, but the real meaning of Namo, if you break the Nama into two parts, then the real meaning of Namo is, I seek your qualities. The real meaning of Nama is, I want your qualities. If you say Namo Buddhaya, it means I want the qualities of you Buddha. That is the meaning of Namo Buddhaya. Okay. നമ്മൾ നമസ്കാരം ചെയ്യുമ്പോൾ അതിനൊരു വ്യക്തമായ അർത്ഥമുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ചും ബുദ്ധിസ്റ്റ് രീതിയിലുള്ള നമസ്കാരത്തിന് നാ മോ എന്ന് പറയുന്ന രണ്ട് വാക്കാണ്. മോ എന്ന് പറയുന്ന വാക്കിനെ നമ്മളൊന്ന് അർത്ഥമാക്കുകയാണെങ്കിൽ, ഞാൻ നിങ്ങളുടെ ഗുണഗണങ്ങളെ ആഗ്രഹിക്കുന്നു, കാംക്ഷിക്കുന്നു, അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നു എന്നാണ് നമോ എന്നതിനർത്ഥം. അത് നമ്മൾ ബുദ്ധനോട് ചെയ്താലും മറ്റാരോട് ചെയ്താലും നമ്മൾ അപരനെ അല്ലെങ്കിൽ മറ്റു വ്യക്തിയെ, അയാളുടെ ക്വാളിറ്റികളെ ഞാൻ ആഗ്രഹിക്കുന്നു, കാംക്ഷിക്കുന്നു, അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ നമോ ബുദ്ധായ എന്ന് പറയുമ്പോൾ ബുദ്ധന്റെ ക്വാളിറ്റിയിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി നമ്മൾ കഠിന പ്രയത്നം ചെയ്യുന്നു എന്നാണ് നമ്മൾ അർത്ഥമാക്കേണ്ടത്.
Okay, Bendeji. Good. So when we say Namo Dharmaya, Namo Dhamma, or Namo Sangaya, we sing, I want the qualities of Dhamma, I want the qualities of Sangha. Yeah? Yeah. നമ്മൾ അതേപോലെ തന്നെ നമോ സംഘായ നമോ ധമ്മായ എന്ന് പറയുമ്പോൾ തന്നെ ഈ ധമ്മം എന്തൊക്കെയാണ് ഉള്ളത് അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. അതുപോലെ സംഘം നമോ സംഘായ എന്ന് പറയുമ്പം സംഘത്തിന്റെ ക്വാളിറ്റികൾ എന്തൊക്കെയാണോ അതിലേക്ക് എത്തിച്ചേരാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. ഈ ഒരു അർത്ഥം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേണം ഈ പ്രതീകാത്മകമായ നമസ്കാരത്തെ നമ്മൾ ഓരോ തവണ ചെയ്യുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഈ അവബോധം ഉണ്ടായിരിക്കണം. Our hands together down, we put our the floor, so that is why, the reason why we do that is to reduce our ego. Those people who have a strong ego and pride, like I am a king, I will not put my head down. There is an attitude of a king. There is an attitude of the head who have an ego and pride. So in Buddhism, when we see Buddha, we fold hand like this, and then we put our head down. The meaning is we reduce our ego and pride. It means that I am loyal. You have more qualities. I respect you by reduce my ego. നമ്മൾ ബുദ്ധന് മുമ്പിൽ നമസ്കരിക്കുമ്പോൾ നമ്മൾ എന്നെക്കാളും വലിയ മഹത്വമുള്ള വ്യക്തിത്വമാണ് ബുദ്ധൻ എന്ന് നമ്മൾക്കറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ ഉള്ളിലെ അഹങ്കാരം, എൻ്റെ ഉള്ളിലെ ആർത്തി, എൻ്റെ ഉള്ളിലെ ദേഷ്യം, എൻ്റെ ഉള്ളിലെ വിദ്വേഷം എല്ലാം താഴട്ടെ അല്ലെങ്കിൽ കുറയട്ടെ എന്ന് നമ്മൾ മനസ്സിൽ അതിനെ പ്രതീകാത്മകമായി കാണുകയും നമ്മളെക്കാൾ എത്രയോ മഹത്വമാണ് അദ്ദേഹം എന്ന് നമ്മൾ അദ്ദേഹത്തെ ബഹുമാനിക്കുകയുമാണ് ചെയ്യുന്നത്. അതിലൂടെ നമ്മുടെ ഉള്ളിലെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് വാസനകളെല്ലാം തന്നെ കുറഞ്ഞു പോവുകയാണ് ചെയ്യുന്നത്. അങ്ങനെ നമ്മൾ ഒരു പരിപൂർണ മനുഷ്യനായി, വ്യക്തിത്വമായി നമുക്ക് പരിവർത്തനപ്പെടാനായിട്ട് സാധിക്കും. Okay, Bendeji. Okay, so as I told before, there is no creator God. No one create us. We are because of our own karma. No one create us. We have suffering because of our wrong action. We are happy because of our also good action. We don't want suffering. Suffering comes from our own wrong mind. So that's why we reduce our wrong mind. Okay, we reduce our selfish. Selfish is our wrong mind. So when we do this, we reduce our selfish. When we put our head down, we reduce our ego. So these all good practice to make ourselves a good person by reduce our wrong mind, selfish and ego. Okay. ഈ ലോകത്തിൽ ഒരു സൃഷ്ടാവില്ല എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. സൃഷ്ടാവില്ലാത്തത് കൊണ്ട് തന്നെ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഈ ലോകത്തിലെ ജീവിതങ്ങൾ നിലനിൽക്കുകയും ആവിർഭവിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട് അതിന് ഒരു വ്യക്തിക്ക് ചെയ്യുന്ന കർമ്മത്തിന്റെ അനന്തരഫലം തീർച്ചയായിട്ടും ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന തൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾക്കും ഫലം കൃത്യമായിട്ടുണ്ടല്ലോ. നമ്മൾ ബുദ്ധന് മുമ്പിൽ വണങ്ങുമ്പോൾ, ബുദ്ധന് മുമ്പിൽ നമ്മൾ കുനിയുമ്പോൾ, കുമ്പിടുമ്പോൾ, നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മളുടെ ഉള്ളിലെ നെഗറ്റീവായിട്ടുള്ള എല്ലാ ദുഷ്ക്വാളിറ്റികളും നമ്മൾ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. എൻ്റെ ആർത്തി കുറയ്ക്കുന്നു, എൻ്റെ ഉള്ളിലെ എല്ലാം എനിക്ക് വേണമെന്ന് എന്നുള്ള മനോഭാവം കുറയ്ക്കുന്നു. അങ്ങനെ നമ്മൾ കുറഞ്ഞ് നമ്മൾ പരിവർത്തനത്തിന് വിധേയമാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ ബന്ദജി, ഗോ ഓൺ. In one of our prayer hall here, we have the 17 Nalanda Master. On the wall, we have the painting of 17 great Nalanda Master. So the 17 great Nalanda Master, the face shape, many of them similar shape and similar color. So maybe in future, some of your
children or grandchildren may become again like some Nalanda masters. I sincerely hope, because we already have 2 small children here. Now they speak a good language, and they also read some small sutra. They know by heart. So it's very nice to see this face, and I'm sure in the past Nalanda master from the South India had the same face. Very, very happy to see. ബന്ധയുടെ പൂജാ ഹാളിൽ അല്ലെങ്കിൽ അവിടുത്തെ പ്രധാന പൂജാ ഹാളിൽ 40ഓളം നളന്ദ മാസ്റ്റേഴ്സിന്റെ ചിത്രങ്ങൾ അവിടെ ഉണ്ട്. ഈ ചിത്രങ്ങളിലായാലും മിക്ക നളന്ദ മാസ്റ്റേഴ്സും സൗത്ത് ഇന്ത്യയിൽ വന്നവരാണ്. അദ്ദേഹം പറയുന്നത്, ഞാൻ ഈ സൂമിലൂടെ നമ്മളെല്ലാം കാണുമ്പോൾ നിങ്ങളുടെ മുഖവും നളന്ദ മാസ്റ്റേഴ്സിന്റെ മുഖവും നിറവുമെല്ലാം വളരെ സാമ്യമായിട്ട് തോന്നുന്നു. അതുകൊണ്ട് തന്നെ അടുത്ത നമ്മുടെ ഫ്യൂച്ചറിൽ, ഭവിഷ്യത്തിൽ കൃത്യമായിട്ടും എനിക്ക് ഉറപ്പുണ്ട് സൗത്ത് ഇന്ത്യയിൽ നിന്നും നിരവധി മാസ്റ്റേഴ്സ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നമ്മുടെ സെന്ററിൽ 2 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അവർ സൂത്രങ്ങൾ ബൈഹാർട്ട് ചെയ്തു വരുന്നു. ഞാൻ അവരെ പഠിപ്പിക്കുന്നുണ്ട്. എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് നാളുകളിൽ മാസ്റ്റർമാരുണ്ടാകുമ്പോൾ നമുക്ക് സൗത്ത് ഇന്ത്യയിൽ നിന്നും നിരവധി മാസ്റ്റർമാർ ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നു. ഓക്കെ. Remember, happiness, happy life, happiness, peace, and sukh cannot be achieved from outside. Happiness cannot be achieved by materialistic thing. Cannot. Happiness is all about mind. That's, is not material, because even some king also suicide because they're not happy. Some minister, some prime minister also not happy. Some rich people also suicide. They're not happy. So happiness is something that you can achieve by our mind, by changing your mind. If you change the wrong mind into right, then he's happy. So even if a monk live in a very simple house, monk happy. Maybe the monk don't have AC, maybe the monk don't have a good chair to sit, maybe monk don't have anything, but then monk can remain happy. So like that, all the Buddhists have a precious teaching of Buddha. Buddha's teaching is to change the mind, and we have all the tool to be a very happy person, happy life, and happy family. So understanding Buddhism bring us hope to be happy. And happy, I would say. Sorry, once again, I didn't clear you that last sentence. So you didn't get the last part or the whole part? I didn't get the last part. I would say that happy life is a successful life. Okay. ബുദ്ധമതത്തിന്റെ ആത്യന്തികമായ ലക്ഷ്യം എന്നുള്ളത് സന്തോഷപരമായിട്ട് ജീവിക്കുക എന്നുള്ളതാണ്. സന്തോഷം അല്ലെങ്കിൽ സമാധാനം എന്നുള്ളത് നമ്മുടെ ജീവിതത്തിന് പുറത്തുള്ളതല്ല, അത് നമ്മുടെ ജീവിതത്തിനുള്ളിലുള്ളതാണ്, നമ്മളിലുള്ളതാണ്. അത് ഒരു മെറ്റീരിയൽ ലൈഫല്ല, ഭൗതികമായിട്ടുള്ള ഒരു അവസ്ഥയല്ല. നമ്മുടെ ആന്തരികപരമായ സന്തോഷത്തെയാണ് ഹാപ്പി ലൈഫ് അല്ലെങ്കിൽ സമാധാനപൂർണമായ ജീവിതം എന്ന് ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ ഇടയിലുള്ള നിരവധി രാജാക്കന്മാര് സന്തോഷമില്ലാതെ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. അടുത്ത കാലഘട്ടങ്ങളിൽ മന്ത്രിമാര്, സിനിമാ നടിമാര്, സാമൂഹ്യ പ്രവർത്തകരൊക്കെ സന്തോഷമില്ലായ്മ കൊണ്ട് അവരെല്ലാം മരിക്കുകയോ അപ്രത്യക്ഷമാകുകയോ ജീവിതത്തിൽ ഒളിച്ചോടുകയോ ചെയ്യുന്നു. എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത്? അവരുടെ ജീവിതം സന്തോഷമില്ലാത്തത് കൊണ്ട് തന്നെയാണ്. ബുദ്ധമതം മുന്നോട്ട് വയ്ക്കുന്നത് വ്യക്തികളും സമൂഹവും കുടുംബവും എല്ലാം സന്തോഷത്തോടെ ജീവിക്കുക എന്നുള്ളതാണ്. ഒരു മങ്ക് അല്ലെങ്കിൽ ഭിക്ഷു, അദ്ദേഹത്തിന് കാറില്ലെങ്കിലോ വീടില്ലെങ്കിലോ കുടുംബമില്ലെങ്കിലോ അദ്ദേഹം സന്തുഷ്ടവാനാണ്. AC ഇല്ലെങ്കിൽ സന്തുഷ്ടവാനാണ്. കാരണം അദ്ദേഹത്തിന്റെ ഉള്ളിൽ, അദ്ദേഹത്തിന്റെ മനസ്സിൽ അദ്ദേഹം സന്തോഷത്തോടെ ജീവിക്കുന്നു. അതുകൊണ്ട് അദ്ദേഹത്തിന്റെ പരിസരവും എപ്പോഴും സന്തോഷമായിട്ടിരിക്കും. അതുകൊണ്ട് സന്തോഷമുള്ള ഒരു സമൂഹത്തെ, സമാധാനമുള്ളൊരു സമൂഹത്തെ കെട്ടിപ്പടുക്കേണ്ട ഉത്തരവാദിത്വമാണ് നമുക്കുള്ളത്. Okay, Bendeji. So many people, they do this whole life from a very child age until they die. They do this every time. They do this. But then
If you don't know the meaning, why you do this, then not many point. If you know that, okay, I need to put this below and then this like this, and then this is the represent of the lotus flower, I offer this lotus flower to maybe Baba Sahib Ambedkar ji or maybe Buddha Shakyamuni or this thing, then it, and also the purpose, the reason is to reduce my selfish mind, the stinginess or misery, selfish mind. So then it's very meaningful. We do this 1,000 times, but we don't know the meaning. Then it's very sad. So it's very important to know the meaning. Even the small children, I can see some small children over there. I'm very happy to see. So it's very important to teach them these things. നമുക്കറിയാം നിരവധി ജനസമൂഹങ്ങൾ എന്നും അവര് നമസ്കരിക്കാറുണ്ട്. കൈകൂപ്പി ദിവസത്തിൽ പലതവണ അവർ നമസ്കരിക്കാറുണ്ട്. ഈ നമസ്കാരം അവരുടെ ജീവിതത്തിൽ കുട്ടിക്കാലം മുതൽ ചിലപ്പോൾ മരണം വരെ ചെയ്തുകൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ അവർക്ക് അറിയില്ല. പക്ഷേ നമ്മൾ അങ്ങനെ ചെയ്യുമ്പോൾ കൃത്യമായിട്ട് നമ്മൾ ഓർക്കണം, നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മൾ കൈവയ്ക്കുന്നത് നമ്മളുടെ പുഷ്പത്തിന്റെ താമര മുകുളങ്ങൾ പോലെ നമ്മൾ കൈവയ്ക്കുന്നതിന്റെ അർത്ഥം നമ്മളിലുള്ള നെഗറ്റീവ് വാസനകളെ, ദുർവാസനകളെ കുറയ്ക്കുവാനാണെന്നും നമുക്ക് ആചാര്യന്മാരുണ്ടെന്നും അവരുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ല എന്നും അങ്ങനെ നമ്മൾ ഒരു ഭാവനയിലൂടെ ഇതിനെ കണ്ട് ഇതിന്റെ അർത്ഥം മനസ്സിലാക്കി നമ്മൾ നമസ്കരിക്കുകയാണെങ്കിൽ നമ്മൾക്ക് അതിന്റെ പ്രതിഫലനം എന്ന നിലയിൽ നമ്മുടെ ഉള്ളിലെ ചീത്ത വിചാരങ്ങളെയും നമ്മുടെ അഹങ്കാരത്തെയും ദുർവാസനകളെയും നമ്മുടെ ആർത്തിയെയും ലോഭത്തെയും നമുക്ക് കുറയ്ക്കുവാനായി സാധിക്കും. അതിനെ നമുക്ക് പരിഹരിക്കാനായി സാധിക്കും. അതിലൂടെ നമുക്കൊരു നല്ല വ്യക്തിയായി മാറാൻ സാധിക്കും. ഈ അർത്ഥം ഇത് അർത്ഥം മനസ്സിലാക്കി ചെയ്യുന്നതാണ് ഏറ്റവും അർത്ഥവത്തായ കാര്യം. അർത്ഥം മനസ്സിലാക്കി മാത്രമേ നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യാവുള്ളൂ. ഇവിടെ നമ്മുടെ മുമ്പിൽ നിരവധി കുട്ടികൾ ഇരിപ്പുണ്ട്. ആ കുട്ടികളെ കണ്ട് ഞാൻ വളരെയധികം സന്തോഷവാനാണ്. അവർക്ക് ഇത് പറഞ്ഞു കൊടുക്കണം, അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം. അവരിലാണ് നമുക്ക് ഒരു പ്രതീക്ഷ നമുക്ക് ഉള്ളത്. Okay, Bandeji. And I see, okay, in our next class, I will tell you about, in Buddhist, if there is a temple or if there is a stupa, we go around the stupa. And what is the representation of stupa and why we go around the stupa? This I will explain in the next class. So today I will keep here, then we will have some time for question answer. If you have any question answer, you can ask. And before that, I want to say that I'm very happy. I can see some family. Many people I cannot see, the video is off. But then some people turn on the video and I can see some family. It's very good. Family, we even if we have nothing to eat, even if we have just water, we share with the family. Good, sukh, dukh, happy life, difficult life, family is always there to share. So it's also very good. I really appreciate that you also together listen to Dharma and try your best to understand Buddha's Dharma with the family. So it's also good karma. With the family in future, you have a good result of good karma together. So that's very good. I truly appreciate, and I see that all of you have a good interest, listening very carefully. Very happy to share. I study Buddhism by the book of Nalanda Master, and Nalanda Master belonged to your village. Many Nalanda Master come from South India, around Andhra, Kalinga, Samanta, or maybe in some South Indian, I don't know. So many of these master come from your village, your place. I am from Ladakh, North India. No Nalanda Master from Ladakh. So Nalanda Masters from your place. I studied that and I'm happy I give back to you.
അടുത്ത ക്ലാസ്സിൽ നമുക്ക് സ്തൂപം എന്താണെന്ന്, സ്തൂപമെന്നും സ്തൂപത്തിന് മുമ്പിൽ നമ്മൾ എന്തിനാണ് ചങ്കരോണം ചെയ്യുന്നതിനെ പറ്റി നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഇന്നിപ്പോൾ ഞാൻ നിർത്തുകയാണ്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ വളരെയധികം സംതൃപ്തിയിലാണ്. ഇന്ന് ഇവിടെ കുറെ ഫാമിലികൾ കൂടിയിട്ടുണ്ട്, പ്രത്യേകിച്ചും കുട്ടികൾ കൂടിയിട്ടുണ്ട്. അവരെല്ലാം കാണാൻ കഴിഞ്ഞ് എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. നിങ്ങളെല്ലാം ഇവിടെ ഫാമിലി ആയിട്ട്, കുട്ടികളും മാതാപിതാക്കളും അച്ഛനും അമ്മയും എല്ലാം ഇരുന്ന് ഈ ധമ്മം ശ്രമിച്ചതിൽ എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. കാരണം നമ്മൾ ഷെയർ ചെയ്യണം. നമ്മൾ പ്രത്യേകിച്ച് കുടുംബങ്ങളിൽ എന്തും ഷെയർ ചെയ്യണം. എല്ലാം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണം. ധമ്മവും അതുപോലെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കലാണ്. ഞാൻ താമസിക്കുന്നത്, എൻ്റെ സ്ഥലം ലഡാക്കാണ്. ലഡാക്കിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. പ്രത്യേകിച്ചും നളന്ദ മാസ്റ്റർമാരായ, നളന്ദ ഗുരുനാഥന്മാരായ ഒട്ടുമിക്ക സൗത്ത് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യയിൽ നിന്നും വന്നിട്ടുള്ള നമ്മുടെ കർണാടക ആയിക്കോട്ടെ, തെലങ്കാന ആയിക്കോട്ടെ, തമിഴ്നാട് ആയിക്കോട്ടെ, കേരളം ആയിക്കോട്ടെ, ഇവിടെ നിന്നെല്ലാം എത്തിയ ഗ്രേറ്റ് മാസ്റ്റർമാരുടെ പുസ്തകങ്ങൾ പഠിച്ചാണ് എനിക്ക് ഇത്തരം അറിവ് കിട്ടിയത്. എൻ്റെ നാട്ടിൽ ഇതൊന്നുമില്ല, ഇത്തരം പഠനമൊന്നുമില്ല. ഞാൻ ഇവിടുന്ന് പഠിച്ചു, അത് തിരിച്ച് നിങ്ങൾക്ക് അങ്ങോട്ട് നൽകുന്നു. ഇത് വളരെയധികം ആശ്ചര്യം തോന്നുന്ന കാര്യമാണ്. എനിക്ക് വളരെയധികം സന്തോഷം തോന്നുന്നു. നിങ്ങളെല്ലാം കണ്ടതിൽ എനിക്ക് വളരെയധികം സന്തോഷവും സമാധാനവും ഉണ്ട്. ഓക്കെ, അദ്ദേഹത്തിന്റെ ടോക്ക് ഇവിടെ നിർത്തുകയാണ്. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം. നമോ ബുദ്ധായ. I am Manoj from Kerala, Calicut. Your class is very experienceable. Thank you very much. Especially you told us the 70 teachers from South India who from the masters in Nalanda. It is very new knowledge about us. We are very happy to know that idea. We are very thankful you share this idea. Around 70 teachers already like in Nalanda from South India. We are very happy to inform that. Very thanks. I'm very happy to share. These 17 great Nalanda master paintings in my monastery, in my temple, and many of them are from southern part of India. So these 17 are the top Nalanda scholars. Many of them are about the head of the Nalanda University of that time. So many of them belong to South India. In the whole India, South India being the main area from where the scholars appear. So I'm very happy that we have this interaction, and I'm happy that happy. From where those great Nalanda masters appeared. Hello. I am Shashidharan from Kodungalur, India, Kerala. Bhikshus or Navangas teachings on Buddha teachings is very valuable. Very, very valuable class. It is very helpful for our successful life. Especially the bowing model of the head. When we greet people or wishes, we bow head. But now I understand the meaning of the bowing, because we avoid the ego. That is a very informative learnings. Such learnings are very, very help to our successful life. Thank you, Navang sir. We expect more class in coming future days. Thank you, Lord. Thank you, Lord. Thank you. Very, very thanks. Namo Buddhaya. Sasidaran Ji. Very happy that
Okay, thanks, sir. Thanks, sir. Hello, the class, Bandeji, the class was very informative and very useful to us. We have attended the class very interestingly, and we understand actually what is happiness. And you told that the people who have financially sound, the ministers and other financially sound people are also have the problem of suicide, and the normal ordinary people are very happy. These are all the good information about Buddhism. We are all thankful to you, very happy. സർ, ഈ സന്തോഷത്തെ പറ്റി പറഞ്ഞപ്പോൾ സന്തോഷം പുറത്ത് തേടേണ്ട ആവശ്യമില്ല, അത് നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉള്ളതെന്ന് പറഞ്ഞു. അപ്പൊ അത് മാനസികമായിട്ട് നമ്മൾ പരിശീലിക്കേണ്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് എന്തുകൊണ്ടാണ് അത് പരിശീലിച്ച് അതിൽ വിജയം നേടാനായിട്ട് പറ്റാത്തത്? അത് അതോടൊപ്പം ശാരീരികമായിട്ടുള്ള മെഡിറ്റേഷൻ പോലെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്? Okay. Chandaji, there is a question. His name is, നിങ്ങളുടെ പേരെന്താ? സുരേഷ് എന്നല്ലേ? സുഭാഷ് എന്നല്ലേ? സനിൽ ബാബു. Sanil, the person name is Sanil Babu. He is asking that, so we are seeking happiness in outer world. So the happiness is inside our mind. So we cannot achieve that happiness. Why can't it happen? Why is not it happening like that? At the same time, is there is any way of meditation or something like that to achieve the happiness? So can you explain it? Yeah. It's very easy to know that happiness do not come from outer. Happiness is a state of mind. And I usually say that happiness is another side of the coin of satisfaction. If you are satisfied with a cup of tea, it means that you are happy. If you are satisfied with a cup of water, you are happy. Some people are happy with a bicycle. Some people are happy with a car. Some people are not even happy with one aircraft. If you have a greed, if you think that, oh, I have only one aeroplane, another person has two aeroplanes, then you are not happy even if you have one aeroplane, because he's not satisfied. Some people think that, oh, some people are very happy because they have one car. They think that, okay, now I'm so happy I have one car. Some people are not happy even they have two cars. They think that, I wish I have three cars, and they are not happy. So happiness is just a state of satisfaction. And yes, there are many meditation. There are many things which make us unhappy. And there are many meditation which are to remove that points, conditions which makes us unhappy. Okay. സന്തോഷം എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിന് പുറത്തുള്ളതാണ്. സന്തോഷം പുറത്തുള്ളത് ആയിട്ടാണ് നമ്മൾ പലപ്പോഴും കാണുന്നത്. പക്ഷെ യഥാർത്ഥ സന്തോഷം നമ്മുടെ മനസ്സിനുള്ളിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിന് നമ്മൾക്ക് സംതൃപ്തി, സാറ്റിസ്ഫാക്ഷൻ, സംതൃപ്തി എന്ന് പറയാം. ഒട്ടുമിക്ക ആളുകൾ നോക്കിക്കൂ, അവർക്ക് ഒരിക്കലും സംതൃപ്തരല്ല, അവർ അസംതൃപ്തരാണ്. എന്തുകൊണ്ടെന്നാൽ അവർക്ക് കിട്ടുന്നതൊന്നും തികയാതെ വരുന്നു, അവർ വാങ്ങിക്കുന്നതൊന്നും തികയാതെ വരുന്നു. അവർക്കൊരു കാറുണ്ടെങ്കിലും അവർ സംതൃപ്തരല്ല. നിങ്ങളൊരു ചായ കുടിച്ചു, നിങ്ങൾക്ക് ആ ചായയിൽ നിങ്ങൾക്ക് സംതൃപ്തി തോന്നി, നിങ്ങൾ സന്തോഷവാനായി. നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു, നിങ്ങൾക്ക് സന്തോഷവാനായി, നിങ്ങൾ സംതൃപ്തനായി. ചില ആളുകൾ 2 കാറുണ്ടെങ്കിലും സംതൃപ്തരല്ല, 3 കാറുണ്ടെങ്കിലും സംതൃപ്തരല്ല. അവർ അവരുടെ ചുറ്റുപാടിലുള്ള ആൾക്കാരെ നോക്കിയിട്ട് അവർക്ക് 3 ഉണ്ട് എങ്കിൽ എനിക്ക് ഇനിയും വേണം. ഇത് നിങ്ങളുടെ ആർത്തിയാണ്. ഈ ആർത്തി കൂടുന്നതനുസരിച്ച് നിങ്ങൾക്ക് സംതൃപ്തി ഇല്ലാണ്ടാവും, നിങ്ങൾക്ക് സന്തോഷം നിങ്ങൾക്ക് ഇല്ലാണ്ടാവുകയും ചെയ്യും. ഇത് നമ്മൾ സംതൃപ്തരാകാൻ വേണ്ടി നമ്മൾ നമ്മുടെ മനസ്സിന്റെ ഉള്ളിലേക്ക് തന്നെ നോക്കേണ്ടതുണ്ട്. ഞാൻ ആ വസ്തുവിൽ സംതൃപ്തനാണോ, ഞാൻ അതിൽ ചെയ്ത വർക്കിൽ സംതൃപ്തനാണോ എന്ന് നമ്മൾ നോക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ സന്തോഷത്തെയും സംതൃപ്തിയെയും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് പരിപോഷിപ്പിക്കാനായി സാധിക്കും. അതുകൊണ്ട് നമ്മുടെ ആർത്തിനെ ഇല്ലാണ്ടാക്കുക, നമ്മുടെ ആഗ്രഹങ്ങളെ, അത്യാഗ്രഹങ്ങളെ ഇല്ലാണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്.
മെഡിറ്റേഷൻ, വ്യത്യസ്തമായ മെഡിറ്റേഷൻ ഉണ്ട്. നമ്മുടെ സന്തോഷത്തെ നമുക്ക് കണ്ടെത്താനായി നിരവധിയായ മെഡിറ്റേഷനും ധ്യാനമുറകളും നമുക്കുണ്ട്. താങ്ക് യു സർ. ഓക്കെ ബന്ധേജി. Okay, thank you. Bandeji, I am asking two questions. One question is about we like to get more information about Nalanda Masters. We don't know anything about Nalanda Masters. Another question, we learned about Isa. Isa means Jesus Christ. That is, he lived near Leh and Ladakh. Ladakh, you are coming from Ladakh. So shall we get more information about Isa, Jesus Christ, about Buddhism? He is I think he is a well-known Buddhist, but he is known as Jesus Christ. Something about Jesus Christ, Isa, and about these Nalanda Masters also. Nalanda Master from Nagarjuna, a great master born in Maharashtra. If I'm not mistaken, Nagarjuna from 4th century BC, and then Aryadeva 3rd century BC in South India. Aryadeva is maybe around our place. I don't know. Maybe Kerala, Tamila, somewhere around. There is 3 BC, 300 years before Jesus Christ, before the Christianity. So then we have different masters, like from the Dharmakirti about 7th century in Kalinga in South India again. Chandrakirti, Samanta in South India. So these are top scholars of different century. They are the top scholars of different century. They debate with the Hindu scholars, and they written a book that there is no creator God. Brahma is not creator. Shiva is not, now people, Hindus say that Brahma is a creator. Shiva is a destroyer, or Indra is a sustainer. They say that these are not creator. Buddha is also a teacher of them. They also receive teaching from Buddha. So they are not creator. Many people misunderstand because they are God, Deva. So Deva live a very long life. So there are millions of Devas. They live long life. We, in our past life, we also become Deva many times. So now there is a misunderstanding that Deva do not mean creator. Deva means the word Deva. The meaning of Deva is superior. In the 6 kind of beings, Deva means they are the most high one. Okay, so that's Deva, Asuras, Manushya, 3, and then animal, hunger ghost, and Preet, and then hell being. Hell being is what? Hell beings, Nark. So these 6, Deva is the first, the top one, but they are not creator. So this Nalanda Master write many books on that, and also this Nalanda Master write commentary to the Buddha's sutras, and these Nalanda Masters write how to meditate, how to achieve peace, how to remove the anger. One part. Second part about Jesus Christ, Isa or Jesus Christ. In the lost years of Jesus, there are some evidence that says that Jesus, in his lost year, he came to India with some Martians to learn religion. That time it was Buddhism, spread it.
So around the East India, the Buddhism little declined. That time is the time of Kanishka, King Kanishka. So he went up to the Kashmir. He also came to Ladakh. In that time there was small temple. And then he break his leg. And then he some monk or nun take care of him in one temple in Ladakh. It's a Buddhist temple. So some evidence says that he became a Buddhist monk, and then maybe that's why he went to the West and he teach the generosity, dana. He teach, so that's why in Christian nowadays they preach dana a little bit. But unfortunately, he do not write any book, so we don't know. The Bible he don't write. Maybe he is a Buddhist monk. Maybe he is a wonderful person, but we don't know because no proof, no book he write. ഓക്കെ വെന്തേജി. ആദ്യത്തെ ചോദ്യം നളന്ദ മാസ്റ്റേഴ്സിനെ പറ്റിയാണ് അദ്ദേഹം ചോദിച്ചത്. അദ്ദേഹം പറയുന്നത് നളന്ദ മാസ്റ്റേഴ്സിലെ നളന്ദയിലെ ഏറ്റവും വലിയ ഗ്രേറ്റ് മാസ്റ്റർമാരായ ഗുരുനാഥന്മാരായിട്ടുള്ള വലിയ സ്കോളർലി ആയിട്ടുള്ള അധ്യാപകരെല്ലാം തന്നെ സൗത്ത് ഇന്ത്യയിൽ നിന്നുള്ളതാണ്. പ്രത്യേകിച്ചും സൗത്ത് ഇന്ത്യയെ കേന്ദ്രീകരിച്ച്, അതായത് നമ്മുടെ ആന്ധ്രാപ്രദേശ് മുതൽ താഴേക്കുള്ള ചേര രാജാക്കന്മാരുടെ പ്രദേശങ്ങളിൽ നിന്നായിരുന്നു ഈ നളന്ദ മാസ്റ്റേഴ്സുമാരെല്ലാം നളന്ദ യൂണിവേഴ്സിറ്റിയിൽ പഠിപ്പിച്ചിരുന്നത്. പ്രത്യേകിച്ചും നാഗാർജുന, അതേപോലെ ആര്യദേവ, ദിഗ്ഗനാഗൻ, ദമ്മകൃതി, ചന്ദ്രകീർത്തി തുടങ്ങിയ മഹത് വ്യക്തിത്വങ്ങൾ, വലിയ ഗ്രേറ്റ് മാസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. പ്രത്യേകിച്ചും ദിഗ്നാഗനെ പോലെയും ബോധിധമ്മനെ പോലുള്ള ആളുകൾ രണ്ടുപേരും, ബോധിധമ്മൻ കേരളത്തിൽ നിന്ന് പോയി എന്നറിയപ്പെടുന്നു. അതേപോലെ ദിഗ്നാഗനാണ് ഒരു ഡിബേറ്റ്, പോസിറ്റീവായ വാഗ്വാദങ്ങൾ, വാദപ്രതിവാദങ്ങൾ ബുദ്ധമതത്തിൽ ആദ്യം കൊണ്ടുവരികയും ഈ വ്യക്തിത്വം എല്ലാവരും തന്നെ ഹിന്ദു മതത്തിലെ ആചാര്യന്മാരുമായി വാദപ്രതിവാദം നടത്തിയിരുന്നു, തർക്കം നടത്തിയിരിക്കുകയും ആ തർക്കത്തിനകത്ത് ഹിന്ദു വിശ്വാസികൾ മുന്നോട്ട് വച്ചിരുന്ന ഇന്ദ്രൻ, കൃഷ്ണൻ, ബ്രഹ്മാവ് എന്നൊക്കെ പറയുന്ന അല്ലെ ദേവ എന്നൊക്കെ പറയുന്നവരാണ് ഈ മനുഷ്യരുടെ സൃഷ്ടാവ് എന്നുള്ള ആശയത്തെ കൃത്യമായിട്ട് തന്നെ ഈ നളന്ദ മാസ്റ്റേഴ്സ് വിമർശിക്കുകയും അതിനെതിരെ സംസാരിക്കുകയും ചെയ്തിരുന്നു. അങ്ങനെ ഒരു സൃഷ്ടാവില്ല എന്ന് കൃത്യമായിട്ടും ഈ മാസ്റ്റേഴ്സ് പറയുകയുണ്ടായിട്ടുണ്ട്. അതിനു ഉപരിയായിട്ട് തന്നെ ഈ ദേവ എന്ന് പറയുന്നത് ഒരു വലിയ മണ്ഡലമാണ്, അല്ലെങ്കിൽ ഒരു വ്യക്തിയാണ് എന്നതിന് പകരമായിട്ട് ദേവ എന്നുള്ളത് ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള, ഒരു ഉയർന്ന മാനസിക തലമുള്ള ഒരു മനുഷ്യന്റെ ഉയർച്ചയെ കാണിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ഹിന്ദു വിശ്വാസപ്രകാരമുള്ള ഇന്ദ്രനോ കൃഷ്ണനോ ബ്രഹ്മാവോ ഒക്കെ തന്നെ ബുദ്ധനോട് സംസാരിച്ചിരുന്നു, ബുദ്ധന്റെ പഠിച്ചിരുന്നു, പല ആശയങ്ങളും പഠിച്ചിരുന്നു, ബുദ്ധന്റെ ശിഷ്യന്മാരായിരുന്നു എന്ന് നമ്മുടെ നളന്ദ മാസ്റ്റേഴ്സ് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ദേവ എന്ന് പറയുന്ന നമ്മൾ കാണുന്ന പ്രയോഗം, അത് ബുദ്ധമതത്തിൽ അത് ഉയർന്ന ആശയമുള്ള മനുഷ്യരുടെ കൂട്ടത്തെയാണ് ദേവ എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ഉയർന്ന ആശയവും ഉയർന്ന മാനസിക അവസ്ഥയുമുള്ള മനുഷ്യരുടെ കൂട്ടം, ഭിക്ഷുക്കളുടെ അല്ലെങ്കിൽ ഭിക്ഷുണികളുടെ വലിയൊരു സമൂഹം അന്നുണ്ടായിരുന്നു. അദ്ദേഹം പിന്നീട് പറയുന്ന കാര്യം, ഈ ദേവ എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥയാണ്. അതുപോലെ തന്നെ മനുഷ്യ മാനസികാവസ്ഥയുണ്ട്, പിശാചിന്റെ മാനസികാവസ്ഥയുണ്ട്, അസുര മാനസികാവസ്ഥയുണ്ട്. അങ്ങനെയുള്ള നിരവധിയായ മാനസികാവസ്ഥകളിലൂടെയാണ് നമ്മൾ പോകുന്നത്. ഈ മാനസികാവസ്ഥയെ നമ്മൾ വീൽ ഓഫ് ലൈഫിൽ നമുക്ക് പഠിക്കാം. ഈശയെ പറ്റി രണ്ടാമത്തെ ചോദ്യം അദ്ദേഹം പറഞ്ഞു. ഈശ അല്ലെങ്കിൽ ജീസസ് ക്രൈസ്റ്റ് ഇന്ത്യയിൽ വന്നിരുന്നു. അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ അവസാന കാലഘട്ടങ്ങളിൽ അദ്ദേഹം ഇവിടെ വരികയും അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ മധ്യ കാലഘട്ടങ്ങളിൽ ഇവിടെ വരികയും അന്ന് ബുദ്ധമതത്തിന്റെ ഒരു തകർച്ചയുടെ സമയമായിരുന്നു, കനിഷ്കന്റെ കാലഘട്ടമായിരുന്നു അന്ന് ഇവിടെ വരികയും അദ്ദേഹം മധ്യ ഇന്ത്യയിലൂടെ എത്തിയിട്ട് ശേഷം ലഡാക്കിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അവിടെ യാത്രാമധ്യേ അദ്ദേഹത്തിന്റെ കാലൊടിയുകയും അവിടെ ഒരു മൊണാസ്ട്രിയിൽ ഭിക്ഷുണികളുടെയോ ഭിക്ഷുക്കളുടെയോ സംരക്ഷണയിൽ അദ്ദേഹം താമസിക്കുകയും അവിടുന്ന് ബുദ്ധമതം പഠിക്കുകയും ചെയ്തിട്ടുണ്ട്. ശേഷം അദ്ദേഹം തിരിച്ച് അദ്ദേഹത്തിന്റെ നാട്ടിൽ പോയി ദാനത്തെ പറ്റി, എങ്ങനെയാണ് ദാനം ചെയ്യേണ്ടതിനെ പറ്റി ഉള്ള വലിയൊരു മതവിശ്വാസ സംഹിത രൂപപ്പെടുത്തിയിട്ടുണ്ട് എന്ന് പറയുന്നു. നിർഭാഗ്യവശാൽ നമുക്കിതിന് ആധാരമായ തെളിവുകളൊന്നുമില്ല. പക്ഷേ ലഡാക്കിലുള്ള നിരവധി ബുദ്ധമത വിശ്വാസികൾ ഇന്നും ജീസസ് ഇന്ത്യയിൽ വന്നിട്ടുണ്ട്, ഇവിടുന്ന് പഠിച്ചിട്ട് പോയിട്ടുണ്ട്, ഇവിടുത്തെ ഒരു വിദ്യാർത്ഥിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു.
ജീസസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന യേശു ക്രിസ്തു ഇന്ത്യയിൽ ഭാരതത്തിൽ ജീവിച്ചിരുന്നു എന്ന് പറയുന്ന ഒരു പുസ്തകത്തിനകത്ത് വ്യക്തമായ തെളിവുകളടക്കം ഇത് പ്രതിപാദിക്കുന്നുണ്ട്. Okay. So thank you, Bandeji. Okay, thank you, Bandeji. We expect much more from you next class. Thank you very much. Now I'm very happy. If I've maybe I've heard someone calling. I'm really sorry that I have a next class at 9 o'clock. So I have 9 minutes. So I will prepare for the next class. So I will leave for now. Looking forward to see you again. Thanks for the organizer. I'm very happy, Ajanji. And also I really appreciate and I admire the council that you have there, Buddhist Council. I truly appreciate Kerala Buddhist Council. And I hope to be such. I would be happy to do what I can as a monk. So let's meet again soon.